ഹലോ, നമുക്ക് ക്യാരി ബാഗ് വെച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ? ഇങ്ങനെ തുടങ്ങുകയല്ലേ. ആദ്യം നമുക്ക് കുറച്ച് സർക്കിൾസാണ് വേണ്ടത്. ഞാനിവിടെ പ്രത്യേകം അളവുകളൊന്നും എടുക്കുന്നില്ല. ഇതുപോലൊരു വിക്സ് ഡപ്പയുടെ അളവ് വെച്ചിട്ടാണ് സർക്കിൾ വെട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ഒരേ അളവിൽ നമ്മൾ കുറച്ച് സർക്കിൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ 9 സർക്കിൾസാണ് നമുക്ക് ഒരു പൂവ് ഉണ്ടാക്കാൻ വേണ്ടത്. 6 ഇതളുകൾ വരുന്ന ഒരു ലെയറും അതുപോലെ 3 ഇതളുകൾ വരുന്ന മറ്റൊരു ലെയറും, അങ്ങനെ 2 ലെയറായിട്ടാണ് നമ്മൾ ഈ പൂക്കൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിവശം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ എല്ലാ ഇതളുകളും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യം സൂചിയും നൂലുമാണ്. ഇനി നമുക്ക് ഓരോ ഇതളുകളും തുന്നിയെടുക്കാം. അപ്പോൾ ഒരു ലെയർ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാകും തുന്നിയെടുത്തു കഴിഞ്ഞാൽ. ഇനി അതുപോലെ നമുക്ക് 3 ഇതളുകൾ വരുന്ന ലെയർ കൂടി തുന്നിയെടുക്കാം. ഇപ്പോൾ ഇത് 2 ലെയറും നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം. 2 അറ്റത്തെ നൂല് വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടണം. ഇനി ബാക്കി വന്ന നൂല് നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇതളുകൾ ഇതുപോലെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ കൂടി ഇതുപോലെ 2 സൈഡും വലിച്ച് കെട്ടിക്കൊടുക്കാം. ഇനി ബാക്കി വന്ന നൂല് നമുക്ക് വെട്ടിക്കളയാം. ഇനി ഇതളുകളൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. നമ്മുടെ 2 ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ച ക്യാരി ബാഗ് കൂടി എടുക്കാം. അതിൻ്റെ ഇതുപോലെ ഒരു കഷ്ണം എടുത്ത് അതിന് നടുമടക്കി ചെറുതായി വെട്ടിക്കൊടുക്കാം. ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു കമ്പിയാണ് നമുക്ക് ആവശ്യം. അത് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് മടക്കി തുടങ്ങാം. മുഴുവനായിട്ടും മടക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് വിരലുകൾ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് വിടർത്തി കൊടുക്കാം. ഇനി ഇതുപോലെ അല്പം പശ തേച്ച് 3 ഇതളുകൾ വരുന്ന ലെയർ നമുക്ക് ഇതുപോലെ കമ്പി വെച്ച് ഇറക്കി കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും പശ തേച്ച് അടുത്ത ലെയർ കൂടി ഇതുപോലെ കമ്പി വെച്ച് ഇറക്കി കൊടുക്കാം. ഫെവിക്കോൾ ആയതുകൊണ്ട് ഒട്ടാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്